ഹായ് ആതിര മിസ് ആണ് കേട്ടോ. നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് അടുത്തു അല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ പഠിക്കാനിരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് എക്സാം ആകുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക എന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പടാന്ന് പറഞ്ഞിട്ട് എഴുതാനും കഴിഞ്ഞിരിക്കണം അല്ലേ. യെസ്, അതിനുള്ള ആ ഒരു എന്താ പറയാ, മിസ്സിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് എക്സാം പേപ്പർ കിട്ടുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒക്കെ അറിയുന്ന പ്രവർത്തനമായിരിക്കണം. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും മിസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം നമ്മൾ അതാണ് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പൊ നിങ്ങളൊക്കെ അത് കാണുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട് തന്നെയാണ് മിസ്സിന്റെ വിശ്വാസം. ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്തായിട്ടാണെടാ? അഭിപ്രായ കുറിപ്പ്. എടാ, ഒരു അഭിപ്രായ കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നിങ്ങളോട് ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതാൻ പറയാണ്. എടാ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത് അല്ലേ. ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാണ്. അപ്പൊ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അല്ലെ, വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതാനുള്ള ഒരു വേദി തന്നെയാണെന്ന് പറയാം അഭിപ്രായക്കുറിപ്പ് എഴുതാനുള്ളത്. അപ്പൊ മക്കളെ, ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മിസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇരിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് അതിൽ നോട്ട്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. പിന്നെ മിസ്സിന്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, അഭിപ്രായക്കുറിപ്പ്. മക്കളെ, ആദ്യം നമ്മൾ അഭിപ്രായക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അഭിപ്രായം തയ്യാറാക്കുക. എന്താണ്? പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അഭിപ്രായം തയ്യാറാക്കുക. അഭിപ്രായം വ്യക്തമായും ശക്തമായി പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? അഭിപ്രായം വ്യക്തമായും ശക്തമായി പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുക. മൂന്നാമത്, പ്രശ്നത്തോടുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. മിസ് നേരത്തെ പറഞ്ഞു ഓരോരുത്തർക്കും വ്യത്യസ്ത നിലപാടുകളായിരിക്കും. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ വ്യക്തമാക്കണം കേട്ടോ. പിന്നെ വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. അക്ഷരത്തെറ്റ് വരുത്താൻ പാടില്ല. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എല്ലാ അക്ഷരങ്ങളും അറിയുന്നതാണല്ലോ, അക്ഷരമാലയൊക്കെ സെറ്റാക്കി നമ്മൾ പഠിച്ചതാണല്ലോ. നമ്മൾ കുറച്ച് വലിയ കുട്ടികളായില്ലേ. യെസ്, ഇനി അക്ഷരത്തെറ്റ് ഉണ്ടാക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ വെച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ ഒരു അഭിപ്രായ കുറിപ്പ് സെറ്റാണ്. ഓക്കെ, അപ്പം മിസ്സിന് നിങ്ങളെ മേൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഒരു അഭിപ്രായക്കുറിപ്പ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ആ ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാക്കി എഴുതുന്നുള്ളത്. അപ്പം എന്തായാലും വിശ്വാസം കാക്കട്ടെ അല്ലേ. അപ്പോൾ എക്സാം എഴുതുന്ന എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.